താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. നമ്മളെ ഗോവിന്ദൻ മാഷ് അങ്ങ് പയ്യന്നൂർ പോയിട്ടൊരു ജോത്സ്യനെ കണ്ടു വാങ്ങിയ ചാർത്താണ്. അത് കഴിഞ്ഞ തവണത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയതാ. അതെന്താന്നല്ലേ നോക്കാം നമുക്ക്. അതുകൊണ്ടരിശം തീരാത്തവള പുരയുടെ ചുറ്റും മണ്ടി നടന്നു. എന്നിട്ടോ കൊരങ്ങ ആ പൂരിയ മാതിരിയായി കൂട്ടിങ്ങി പെരങ്ങി നാണം കിട്ടും. ആ ഇതല്ല കേട്ടോ, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. ആ ചാർത്ത എന്താന്നല്ലേ നോക്കാം നമുക്ക്. നമ്മുടെ വീണാമന്ത്രിയുടെ കാര്യമാണേ. നാട്ടുകാരുടെ ഇടയിൽ മൊത്തം നാണം കെട്ട മന്ത്രി വീണ ജോർജ് മൈക്ക് കണ്ട ഇനി മുണ്ടരുത്, ചുപ്പ് രഹോ. വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കൊടുത്തു. അതിലേ വെള്ളി വീണ ആരും കുറ്റം പറയരുതേ, പരിചയക്കുറവിൻ്റെതാ. കുട്ടി നിർത്തി പാടൂ, എന്നാലേ ഭാവം വരൂ. എന്താപ്പ ചെയ്യ, ഒന്ന് കവിടി നിരത്തി നോക്കാം അല്ലേ. എന്താ എട്ടില് 6 പൊരുത്തം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോ അതിനൊരു പരിഹാരമുണ്ട്. നമ്മുടെ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ചേർത്ത് സംഗീതം അങ്ങോട്ട് പഠിപ്പിക്കാം. എന്താ ഗപ്പൊന്നും കിട്ടില്ല കേട്ടോ. എന്തായാലും അടുത്ത തവണ വീണാമന്ത്രി ആറന്മുളയിൽ നിലംപരിശാകും. അതുറപ്പാ. അപ്പോ ആ പഴയ തട്ടകമായ മാധ്യമപ്പണിക്ക് ശ്രമിച്ച ഇനിയിപ്പോൾ രക്ഷ ഉണ്ടാവില്ല. കാരണം അടക്കായ മടി വെക്കാം, അടക്കാ മരായ അതെവിടെ വെക്കും. കൈരളി പോലും തള്ളിക്കളയുന്ന പറയണ കേൾക്കണേ. അങ്ങനെയെങ്കിൽ സാരി ഗമ പാടി മന്ത്രിക്ക് അങ്ങോട്ട് ജീവിക്കുക. പാട്ടെങ്കിലും നന്നായി പഠിക്കും മേഡം. മെഡിക്കൽ കോളേജ് ഹാരിസ് വിഷയത്തിൽ എന്തോ പോയ അണ്ണാനെ പോലെ ആയ വീണാമന്ത്രിക്ക് തല ഉയർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പാട്ട് നല്ല ഗുണം ചെയ്യും. നടക്കട്ടെ. ഈ നമ്മുടെ മരുമോൻ മന്ത്രി ഇനി മേലാൽ റീൽസ് ഇട്ട് പോകരുത് കേട്ടോ. പ്രത്യേകിച്ച് ഹൈവേയുടെ റീൽസ്. വേണമെങ്കിൽ നിങ്ങൾ ചെസ് കളിച്ചോ, അതാണെങ്കിൽ വാ തുറക്കില്ലല്ലോ. നമ്മളെ ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളെ ത്രസിപ്പിച്ചവർക്കൊപ്പം ചെസ് കളിച്ച് രസിക്കട്ടെ മരുമകൻ മന്ത്രി പുങ്കവൻ. എന്താ പി രാജീവ് മേലാൽ ഈസ് ഓഫ് ഡൂയിങ് എന്ന വാക്ക് മിണ്ടി പോകരുത് കേട്ടോ. അതിന് പകരം വെളിയിലുള്ള BMW കാറുകൾ എങ്ങനെ റിമോട്ട് വഴി ഉപയോഗപ്പെടുത്താമെന്ന കാര്യത്തിൽ ആഴത്തിൽ ഒരു പഠനം നടത്തി അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രബന്ധം അങ്ങോട്ട് അവതരിപ്പിക്കട്ടെ. എന്താ അത് തന്നെ. നമ്മുടെ KM ബാലഗോപാൽ കേരളത്തിലെ കടക്കണിയിലാക്കി കേന്ദ്രത്തെ നോക്കി പൂച്ച മീനിനായി കാത്തിരിക്കുന്നത് പോലെ നൊട്ടി നുണഞ്ഞ് കാത്തിരിപ്പ. സാമൂഹിക പെൻഷൻ പോലും നൽകാൻ സാധിക്കാതെ ശമ്പളവും പെൻഷനും മുടക്കി കൂടുതൽ മുടന്തൻ ന്യായങ്ങളിലൂടെ എങ്ങനെ സാമ്പത്തിക സ്ഥിതി വഷളാക്കാം എന്നതിൽ പഠനം നടത്താനായിട്ട് ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഏതെങ്കിലും ഒരു IIM-ൽ അഡ്മിഷൻ നേടണം നമ്മുടെ മന്ത്രി ബാലഗോപാൽ. ലെജൻഡ് എന്ന് പറഞ്ഞ ചിത്രം വേണ്ട രീതിയിൽ ജനശ്രദ്ധ നേടാത്തത് കൊണ്ട് നമ്മുടെ സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ കൈരളി TV മാതൃകയിൽ ഒരു സിനിമാ പ്രൊഡക്ഷൻ കമ്പനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും. അതുമാത്രമല്ല കേട്ടോ, സ്കൂളുകളിൽ പാമ്പുകൾ വിലസി നടക്കുന്ന സാഹചര്യം നിലനിൽക്കെ നമ്മുടെ അധ്യാപകർക്ക് എങ്ങനെ പാമ്പ് പിടിക്കാം എന്നതിൽ ഒരു പരിശീലനം അങ്ങോട്ട് നൽകണം എന്നതാണ് നമ്മുടെ ശിവൻകുട്ടിയുടെ ആലോചന. അതുമാത്രമല്ല കേട്ടോ,
കുട്ടികളുടെ ഭക്ഷണം മെച്ചപ്പെടുത്തിയതിൻ്റെ ക്രെഡിറ്റും വാരിക്കെട്ടി നമുക്ക് ഭക്ഷണത്തിനുള്ള കാശ് കണ്ടെത്താൻ അധ്യാപകരെ കൊണ്ട് തെണ്ടാൻ കൂടി പഠിപ്പിക്കാൻ ഒരു പ്രത്യേക പരിശീലന പരിപാടി കൂടി ആരംഭിക്കേണ്ടതുണ്ട്. ശിവൻകുട്ടി അതിനും ഇപ്പോൾ തയ്യാറാവുന്ന പറയണ കേൾക്കണേ. നടക്കട്ടെ. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി മറ്റു വകുപ്പുകളിൽ ഇടപെടാതെ സുംബ ഡാൻസിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ആരോഗ്യം നിലനിർത്തുകയും ചെയ്യട്ടെ. എന്താ അതാ വേണ്ടത്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മേഡം, രാജ്യസഭാംഗം AM റഹീം, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മുതലായവരെ ഒരു തിരഞ്ഞെടുപ്പിലും ഇനി മത്സരിപ്പിക്കരുത് കേട്ടോ. പ്രത്യേകിച്ചും അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നത് വരെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ഭാഷാ പണ്ഡിതനെ കണ്ടെത്തി പഠിപ്പ് അവരങ്ങോട്ട് തുടങ്ങട്ടെ. ഏത് ഇംഗ്ലീഷ് ഭാഷയിലെ എങ്കിൽ നാണം കെടാതെ കേരളക്കാർക്ക് രക്ഷപ്പെടാം. ഇവർ വാ തുറന്ന അത്രയ്ക്കും നല്ല ഇംഗ്ലീഷാണല്ലോ പുറത്തു വരുന്നത്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഡെയിലി അന്തിച്ചർച്ചയ്ക്ക് പോയി തേഞ്ഞൊട്ടി ചതഞ്ഞു വരുന്ന പാർട്ടി വക്താക്കളായ നമ്മുടെ അനിൽകുമാർ, പ്രകാശം മാസ്റ്റർ, സഹയാത്രികരായ അസ്കർ, റെജി ലൂക്കോസ്, ജയരാജ് എന്നിവർക്ക് എത്രയും വേഗം ഒരു മർമാണി ചികിത്സയും ഏർപ്പെടുത്തണം. അതുകൂടാതെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമെന്ന നിലയ്ക്ക് പാർട്ടി എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് തക്കതായ ഉത്തരം നൽകാൻ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ശില്പശാലയും സംഘടിപ്പിക്കണം. എന്തൊക്കെ ആഗ്രഹങ്ങളാണല്ലേ. നടക്കട്ടെ. നമ്മുടെ മന്ത്രിമാരെ പുനരുദ്ധരിക്കാൻ വേണ്ടുന്ന എന്തൊക്കെ നടപടികളാണ് നമ്മുടെ സർക്കാർ നടത്തുന്നത്. വേണം. കാരണം ഇവരിങ്ങനെ വെളിയിലിറങ്ങി വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാലേ അതിൻ്റെ നാണക്കേട് ഈ പാർട്ടിക്ക് തന്നെയാണ്. നടക്കട്ടെ. നമ്മുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ MP ജയരാജനെ AKG സെൻറ്ററിലെ ആസ്ഥാന ജോത്സ്യനായി നിയമിക്കുക. അത് വേണം. അതായത് ആളുകളുടെ സേവനം ഹൈക്കോടതി ജഡ്ജിമാരെ ശുംഭനെന്ന് വിളിച്ച് അവഹേളിക്കുകയും പാർട്ടി എതിരാളികൾക്ക് എതിരെ അധിക്ഷേപ പ്രസംഗം നടത്തിയതിൻ്റെ ഇടവേളകളിൽ പുതിയ 9 നില മന്ദിരത്തിൻ്റെ കന്നിമൂല ശരിയാക്കാൻ ഇത് ഉപകരിക്കട്ടോ. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനെ സമയം കിട്ടുന്ന മുറയ്ക്ക് ഈ മഷിനോട്ടത്തിൽ ഒരു വിദഗ്ധത നേടാൻ ഒരു പരിശീലനം കൊടുക്കുന്നത് നന്നായിരിക്കും. പാർട്ടി ഒരു കണ്ടകശനിയിലൂടെ കടന്നു പോകുന്നതിനാൽ ഇപ്പോൾ PK ശ്രീമതി, PP ദിവ്യ എന്നിവരെ ഒരു കാരണവശാലും പാർട്ടി നടത്തുന്ന പൊതുസമ്മേളനങ്ങളിലോ ഔദ്യോഗിക ചടങ്ങുകൾക്കോ പങ്കെടുപ്പിക്കരുത്. പകരം ശ്രീമതി ജയിലിൽ കിടക്കുന്ന ഗുണ്ടാസഹാക്കന്മാർക്ക് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരണം കൊടുക്കാമെന്ന കാര്യത്തിൽ പഠനം നടത്താൻ പോളിറ്റ് ബ്യൂറോ സംഘടിപ്പിക്കുന്ന ക്രിമിനൽ സൈക്കോ തെറാപ്പിയിൽ ബിരുദെടുക്കട്ടെ. നമ്മുടെ ദിവ്യ ചേച്ചിയും വേണം അങ്ങനെ. കാരണം എന്താണെന്നറിയോ? ആളുകളെ എങ്ങനെ മാനസികമായി ആത്മഹത്യക്ക് തയ്യാറെടുപ്പിക്കാം എന്ന തരത്തിൽ അവരൊരു പ്രത്യേക ബിരുദത്തിലേക്ക് എത്തട്ടെ. അതും ഇവിടെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ ബിരുദവേ. അങ്ങനെ കേരളത്തിലെ പ്രബുദ്ധരായ മന്ത്രിശീലാവതികളും മന്ത്രി പുങ്കുവന്മാരുടെയും ലീലാവിലാസങ്ങളിലുള്ള കഴിവേറി ക്ഷമിക്കണം മാധ്യമക്കാരെ ക്ഷമിക്കണേ, മാധ്യമം കൊണ്ട് സൃഷ്ടിക്കരുത്, കഴിവ് ഏറിയവർ എന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെ കഴിവേറിയത് കൊണ്ട് ജനങ്ങൾ നിങ്ങളെ നല്ല നടപ്പിന് വിധിക്കുകയാണ്. എന്താ? ബ്ലിങ്കിനൊന്നും പറയാനില്ല കേട്ടോ. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.